ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ലാസ്റ്റ് കുറെ വീഡിയോസിലൊക്കെ ആയിട്ട് സെയിൽ വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തൊരു സാരി കാണിക്കാനായിട്ടാണ്. ഞാൻ നമ്മൾ കോൺടാക്ട് ചെയ്ത എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, നമ്മൾ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള സാരീസും കസ്റ്റമൈസ്ഡ് സാരീസും ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് എംബ്രോയിഡറിയിലാണ്. മിഷൻ എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ നമ്മൾ ഹാൻഡ് പിക്ക് ആയിട്ട് എടുത്ത് വെക്കുന്നത്. അതുപോലെ മറ്റു ഫ്ലോറൽ ഡിജിറ്റൽ വർക്ക്സും ഒക്കെ നമ്മൾ ഹാൻഡ് പിക്ക് ആയിട്ട് വെക്കുന്നതാണ്. ഹാൻഡ് എംബ്രോയിഡറി മാത്രമേ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാറുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഏത് കളറിൽ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരുന്നതായിരിക്കും. നമ്മുടെ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്പാച്ച് ടൈം ഇപ്പോൾ ഒരു 65 days ആണ്. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മൾ ഇപ്പം ഇന്ന് ഓർഡർ തരുവാണെങ്കിൽ ഇതിന് 65 days കഴിയുമ്പോൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അങ്ങനത്തെ ഓർഡേഴ്സ് ഒക്കെ തരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനൊക്കെ എടുക്കാനൊക്കെ ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊരു സാരി കാണാം. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് ഈ ഒരു ഒലിവ് ഗ്രീൻ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. നമ്മൾ പ്ലെയിൻ സാരീസ് ഒക്കെ സെല് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ളൊരു കളറായി ഒരു ഒലിവ് ഗ്രീൻ കളർ. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു സാരിയിൽ വർക്ക് ചെയ്ത് വേണമെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്തെടുത്തൊരു സാരിയാണ്. ഈ ഒരു ഡിസൈനാണ് നമ്മളിതിൻ്റെ മുന്താണി പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 5 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ റെഡിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡും അതുപോലെ ഗ്രീനിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഡിസൈൻസ് എല്ലാം ചെയ്യാനായിട്ട് ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡ് തന്നെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കളർ പോകുന്നോ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. നമ്മൾ എത്ര വാഷ് ചെയ്താലും ഈ ത്രെഡിൻ്റെ ഈ ഒരു പുതുമ ഇങ്ങനെ തന്നെ നിൽക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ത്രെഡ് തന്നെയാണ് ആങ്കറിൻ്റേത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ എംബ്രോയിഡറി ചെയ്ത സാരീസ് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഫേൺ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ലീവ്സും അതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും അതിൻ്റെ അറ്റത്തൂടെ നമ്മളൊരു ബുള്ളിൻ നോട്ട് കൊടുത്തൊരു ഹൈലൈറ്റും നടുക്കൊരു ഫ്രഞ്ച് നോട്ടും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, എന്നാലും ഇത്രയും ടൈപ്പ് സ്റ്റിച്ചസ് ഒക്കെ ചെയ്ത് നമ്മൾ ഇത്രയും ഭംഗിയാക്കി എടുത്തിരിക്കുന്ന ഒരു നല്ല ഡിസൈനാണ്. ഇതിൻ്റെ മുന്താണി പോർഷൻ്റെ അപ്പുറത്തെ അറ്റത്ത് നമ്മളിതിൻ്റെ ഒരു സിംഗിൾ ഫ്ലവറും അതിൻ്റെ 2 ലീവ്സും ഒക്കെ വരുന്ന പോലത്തെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു സിംഗിൾ ഫ്ലവർ കൊടുത്ത് നമ്മൾ അതിനൊരു ലീഫും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സ് ആയിട്ട് ഇതിൻ്റെ ലീവ്സ് എല്ലാം വന്നിരിക്കുന്നത്. അത് നല്ലൊരു ഭംഗിയാണ്. നോർമലി നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ 2 ഡിസൈൻസാണ് നമ്മൾ അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുണ്ട് അതുപോലെ നല്ല 2 വലിയ തന്നെ നമ്മൾ മുന്താണി പോർഷനിൽ കൊടുത്ത പോലെ നല്ല വലുപ്പമുള്ള പോലത്തെ തന്നെ 2 ഡിസൈൻസ് നമ്മളിതിൻ്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നീളമുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ കൈയിനേക്കാളും നീളമുള്ള ഡിസൈനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെസ്റ്റ് പോർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോലെ ഈ ഡിസൈൻ വരും. ഇത് നല്ലൊരു കോൺട്രാസ്റ്റ് കളറുമായി. ഈ ഒരു ഗ്രീനിൽ റെഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനും അതുപോലെ തന്നെ നന്നായിട്ട് ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളർ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ആ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ സെയിം ഡിസൈൻ തന്നെ നമ്മൾ വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സെയിം മുന്താണി പോർഷനിലൊക്കെ കൊടുത്ത് ചെസ്റ്റ് പോർഷനിലൊക്കെ കൊടുത്ത് ആ സെയിം സൈസിലുള്ളൊരു ഡിസൈൻ വെർട്ടിക്കലായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത്രയാണ് ഈ ഒരു സാരിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ്. 4 വലിയ ഡിസൈൻസും 2 ചെറിയ ഡിസൈൻസുമാണ് നമ്മൾ ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു പാറ്റേണായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. നമ്മൾ കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമ്മർ സീസണിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ സ്റ്റാർച്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പം എപ്പോഴും അതിനെ ആ ഒരു നല്ല സ്റ്റിഫായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു നല്ല ലുക്കിൽ തന്നെ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന പോലത്തെ ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു സാരിയാണ്.
അപ്പൊ ഈ കാണിച്ചൊരു സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ സാരീസ് ഒക്കെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ബഡ്ജറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡിസൈനോ കളർ കോമ്പിനേഷനോ ഒക്കെ പറയുവാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.